കർഷകരുടെ ആവശ്യങ്ങൾക്ക് പുല്ലുവില കൽപ്പിക്കുന്ന നരേന്ദ്രമോദിയുടെ കോർപ്പറേറ്റ് ഭരണകൂടത്തിനെതിരെ കർഷകരുടെ സമരം കത്തിപ്പടരുകയാണ്. തങ്ങളുടെ പ്രശ്നങ്ങളെ പരിഗണിക്കാതെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ കർഷകർ തള്ളിക്കളയുകയും ഡൽഹി ചലോ മാർച്ച് പുനരാരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ചോളം, പരുത്തി, മൂന്നിനം ധാന്യങ്ങൾ എന്നിവ മാത്രം പഴയ താങ്ങുവിലയിൽ 5 വർഷത്തേക്ക് സംഭരിക്കാമെന്ന കേന്ദ്ര നിർദ്ദേശം തള്ളിയാണ് പ്രക്ഷോഭം തുടരാൻ കർഷകർ തീരുമാനിച്ചത്. ശംഭു, ഖനൗരി അതിർത്തികളിലെ ബാരിക്കേഡ്, മണൽ നിറച്ച കണ്ടെയ്നറുകൾ എന്നിവ നീക്കാനായി JCB യന്ത്രങ്ങളും ക്രെയിനുകളും കോൺക്രീറ്റ് തുരക്കാനുള്ള യന്ത്രങ്ങളും കർഷകർ സ്ഥലത്തെത്തിച്ചിട്ടുണ്ട്. സമരം ചെയ്യുന്ന കർഷകരെ തീവ്രവാദികളെ നേരിടുന്നത് പോലെയാണ് കേന്ദ്ര സർക്കാർ കൈകാര്യം ചെയ്യുന്നത്. ഒന്നാം കർഷക സമരത്തെ ഖാലിസ്ഥാൻവാദികളുടെ സമരം ആയി ചിത്രീകരിച്ചവർ ആണല്ലോ അവർ. ഡ്രോണുകൾ കൊണ്ടുള്ള പലവിധ ഗുണങ്ങൾ നമുക്കറിയാം. ഉയരത്തിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ, സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിക്കാൻ, സർവേ നടത്താൻ, നിരീക്ഷണം നടത്താൻ എന്നിങ്ങനെ മനുഷ്യന് ഉപകാരമുള്ള പല കാര്യങ്ങൾക്കും ഡ്രോണുകൾ സഹായകമാണ്. എന്നാൽ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഡ്രോണിന് പുതിയൊരു ഉപയോഗം കൂടി കണ്ടെത്തിയിരിക്കുകയാണ്. സമരം ചെയ്യുന്ന കർഷകർക്കെതിരെ കണ്ണീർ വാതകം തളിക്കാൻ ഡ്രോണുകളെയാണ് ഇപ്പോൾ സർക്കാർ ഉപയോഗിക്കുന്നത്. ഹരിയാന പോലീസ് 4500ഓളം കണ്ണീർ വാതക ഷെല്ലുകൾ കർഷകർക്ക് നേരെ ഉപയോഗിച്ചതായാണ് ഇതുവരെയുള്ള കണക്ക്. 56 ഇഞ്ച് നെഞ്ചളവിനെ നിക്കറിൽ മുള്ളിച്ച കർഷകർ എന്ന സുമ്മാവ. കണ്ണീർ വാതകവുമായി പറന്നെത്തുന്ന ഡ്രോണുകളെ കർഷകർ നേരിടുന്നത് എങ്ങനെയാണെന്നറിയാമോ? പട്ടം പറത്തിയാണ് അവർ ഡ്രോൺ ആക്രമണത്തെ നേരിടുന്നത്. ഇതിനു പുറമെ കാശ്മീരിൽ പ്രതിഷേധക്കാർക്ക് നേരെ ഉപയോഗിച്ച് വിവാദമായ പെല്ലറ്റും കർഷകർക്കെതിരെ ഉപയോഗിക്കുന്നു. ഗുരുദാസ്പൂർ ജില്ലയിൽ നിന്നുള്ള 63കാരനായ ഗ്യാൻ സിംഗ് ആദ്യ രക്തസാക്ഷിയായി. പഞ്ചാബിൽ നിന്നെത്തിയ ഒട്ടേറെ കർഷകർ ശംഭു അതിർത്തിയിലുണ്ടായ പോലീസ് അതിക്രമങ്ങളിൽ പരിക്കേറ്റ് ആശുപത്രികളിലാണ്. 3 പേർക്ക് കാഴ്ചശക്തി നഷ്ടമായിട്ടുണ്ട്. രാജ്പുര ആശുപത്രിയിൽ മാത്രം പരിക്കേറ്റ 60ൽ പരം കർഷകരെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. തലയിലും കണ്ണിലും ഗുരുതരമായി പരിക്കേറ്റവരെ പാട്യാല ആശുപത്രിയിലേക്ക് മാറ്റി. ഖനൗരി അതിർത്തിയിൽ നിന്ന് പാട്യാല ആശുപത്രിയിലേക്ക് 20ൽ പരം കർഷകരെ കൊണ്ടുവന്നു. ആഴത്തിലുള്ള മുറിവുള്ളവരും കൈകാലുകൾ ഒടിഞ്ഞവരും അവരിലുണ്ട്. എങ്കിലും ഒരടി പിന്നോട്ടില്ല എന്ന് തന്നെയാണ് രാജ്യത്തെ കർഷകർ വിളിച്ചു പറയുന്നത്. കാർഷിക മേഖലയെയും കർഷകരെയും തകർത്ത് കാർഷിക മേഖലയെ പൂർണ്ണമായും കോർപ്പറേറ്റ് നിയന്ത്രണത്തിന് വിട്ടുകൊടുക്കുന്നതിന് കേന്ദ്ര സർക്കാർ 2020 സെപ്റ്റംബറിൽ പാസാക്കിയ നിയമത്തിനെതിരെ ഡൽഹിയിൽ 1 വർഷം നീണ്ടുനിന്ന സമരം കർഷകർ സംഘടിപ്പിച്ചിരുന്നു. ഈ ഒന്നാം കർഷക സമരത്തിന് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്ന കേന്ദ്ര സർക്കാർ നിയമം നടപ്പാക്കുന്നതിൽ നിന്ന് പിന്മാറുകയും കർഷകർ മുന്നോട്ട് വച്ച ആവശ്യങ്ങൾ അംഗീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ 2 വർഷം കഴിഞ്ഞിട്ടും ഇതുവരെയും ആ ഉറപ്പുകൾ നടപ്പിലാക്കിയിട്ടില്ല. മോദി സർക്കാർ കർഷകർക്ക് നൽകിയ ഉറപ്പുകൾ ഉടൻ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടാണ് 2ാം കർഷക സമരത്തിന് രാജ്യ തലസ്ഥാനം സാക്ഷിയാകുന്നത്. ഉൽപ്പന്നങ്ങൾക്ക് മിനിമം താങ്ങുവില ഉറപ്പാക്കാൻ പാർലമെന്റിൽ നിയമനിർമ്മാണം നടത്തണമെന്നതാണ് പ്രധാനപ്പെട്ട ആവശ്യം. സ്വാമിനാഥൻ റിപ്പോർട്ട് ഉടൻ നടപ്പിലാക്കണം. കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും മുഴുവൻ കടങ്ങളും എഴുതിത്തള്ളണം. ലഖിംപൂർ ഖേരിയിൽ BJP നേതാവിൻ്റെ മകൻ കാറോടിച്ചു കൊന്ന കർഷകർക്ക് നീതി ഉറപ്പാക്കണം. പ്രതികളെ നിയമപരമായി ശിക്ഷിക്കണം. സ്വതന്ത്ര വ്യാപാര കരാർ റദ്ദാക്കണം. 2020 വൈദ്യുതി ഭേദഗതി നിയമം പിൻവലിക്കണം തുടങ്ങിയ 10 ആവശ്യങ്ങളാണ് ഇത്തവണ കർഷകർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. മേലനങ്ങാതെ തിന്നു ശീലിച്ചിട്ടുള്ള മോദിക്കും ടീമിനും വിണ്ടുകീറിയ പാദങ്ങളുമായി, തഴമ്പിച്ച കൈകളുമായി, നിശ്ചയദാർഢ്യമുള്ള മനസ്സുമായി കർഷകർ അണിനിരക്കുമ്പോൾ വീണ്ടും മുട്ടുമടക്കാതെ നിർവാഹമില്ല. ജനങ്ങൾക്ക് ആവശ്യം അമ്പലങ്ങളല്ല മിസ്റ്റർ മോദി. അങ്ങനെ അവരുടെ കണ്ണിൽ പൊടിയിടാമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച മാതിരി പെരുമാറുന്ന മോദിയോടും അമിട്ടിനോടും ചരിത്രം വെറുതെ ഒന്ന് മറിച്ചു നോക്കണമെന്നേ പറയാനുള്ളൂ. കളിച്ച് കളിച്ച് കാര്യം കയ്യിൽ നിന്ന് പോകുമ്പോൾ ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയും ലിസ്റ്റിലേക്ക് നിങ്ങളുടെ പേരും എഴുതി ചേർക്കപ്പെടുന്ന കാലം വിദൂരമല്ല. കാലം സാക്ഷി, ചരിത്രം സാക്ഷി.